വീട് പണിയാൻ പ്ലാൻ മാത്രം മതിയോ? നമുക്ക് ക്രാക്ക് ഒന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് പണിയേണ്ടതെങ്കിൽ അതിന് സ്ട്രക്ചറൽ ഡിസൈൻ അത്യാവശ്യമാണ്. ഒരു സ്ട്രക്ചറൽ ഡിസൈന് വേണ്ടിയിട്ട് ക്ലയന്റ് പൈസ മുടക്കുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നും എൻ്റെ അടുത്ത് പലപ്പോഴും ക്ലയൻസ് ചോദിക്കാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രക്ചറലി ഡിസൈൻ ചെയ്ത ഒരു കെട്ടിടം പണിയുമ്പോൾ അവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ മെറ്റീരിയൽസ് എവിടെ വേസ്റ്റ് ആക്കുന്നില്ല. യൂഷ്വലി ഞാനൊരു കൺസ്ട്രക്ഷനിൽ കാണാറുള്ളത് മെറ്റീരിയൽസ്, അതായത് നമ്മൾ പണിയുന്ന കെട്ടിടം സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയും മെറ്റീരിയലിന്റെ വേസ്റ്റേജ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ വേസ്റ്റേജ് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് പലരും എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് നിന്ന് ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. സോ ആസ് വി പ്രൊവൈഡ് ദാറ്റ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മളായിരിക്കും ആ കെട്ടിടത്തിന് മൊത്തത്തോടുള്ള സ്റ്റെബിലിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ലൈസൻസിനെ തന്നെയാണ് ബാധിക്കുന്നത്. സോ എന്തായാലും നിങ്ങളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് ഒരു കെട്ടിടം പണിയുമ്പോൾ എപ്പോഴും നല്ലത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ സൂപ്പർവിഷനോട് കൂടി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈനോട് കൂടി തന്നെ പണിയുന്നതാണ്.